ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ രൂപമാണ്. അതായത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്ന രൂപമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് PVC പൈപ്പും കുറച്ച് അതിൻ്റെ ഫിറ്റിങ്സും ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളുടെ എല്ലാവരെയും സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് ലൈറ്റിൻ കണക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ കണക്ഷനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് വീഡിയോ ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലത്തെ 1 ഇഞ്ചിൻ്റെ 1.5 മീറ്റർ പൈപ്പ് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 1/2 മീറ്റർ പൈപ്പേ ഉള്ളൂ, ബാക്കി പൈപ്പ് നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. കൂടാതെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലത്തെ ഒരു 745 ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 8 എൽബോ, ഇതുപോലത്തെ 1 ഇഞ്ചിൻ്റെ 8 എൽബോ വേണം കേട്ടോ. കൂടാതെ ഇതാ ഒരു 2 ടീ വേണം, ഇങ്ങനത്തെ 2 ടീ വേണം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലത്തെ AC കോഡ് വയർ. ഇതിൻ്റെ 2 ഭാഗം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഭാഗത്ത് നമുക്ക് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് വേറെ വെച്ച് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇങ്ങനത്തെ ഒരു പിന്ന് മേടിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഈ കോഡ് വയറില്ലേ, അതിൻ്റെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇതുകൂടെ നമ്മൾ വെച്ച് കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗം മാറ്റണം. ഈ 2 പിന്ന് മാറ്റിയിട്ട് വേറെ നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വെച്ച് കൊടുത്താൽ ഇതിനൊരു സോക്കറ്റ് വേണം. അപ്പോൾ ഈ ഒരു സോക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അത് നേരെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ സ്വിച്ച് ഇങ്ങനത്തെ ഒരു സ്വിച്ചും മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വയറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ വയർ ഇവിടെ നമ്മളെ വീട്ടിൽ ഉള്ളതാണ്, ഉപയോഗിച്ചതിൻ്റെ ബാക്കി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു 6 മീറ്ററോളം വയറുണ്ട്, 1 mm വയറാണ്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ 1 വാട്ടിൻ്റെ 5 ലൈറ്റാണ് ആവശ്യം. അപ്പോൾ ഇങ്ങനത്തെ 5 ലൈറ്റ് മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ലൈറ്റിന് 85 രൂപയാണ് കേട്ടോ. അപ്പോൾ മൊത്തം നമ്മൾ സാധനം പുറത്തുനിന്ന് മേടിച്ച് ഒരു 800 ചില്ലം രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്തിട്ട് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 1 ഇഞ്ചിൻ്റെ ടീ എടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ ഈ ഉൾവട്ടത്തിന് കണക്കായിട്ട് ഇവിടെ ഹോൾസ് ഇട്ടെടുക്കണം. ഇപ്പോൾ ഡ്രിൽ മെഷീൻ കൊണ്ട് അത് തുളച്ചെടുക്കണം. ഈ ഒരു പൈപ്പ് ഇങ്ങനെ കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതാ ഈ ഒരു പൈപ്പ് പല അളവിലായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് പല അളവിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ സ്വിച്ച് ഇങ്ങനെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് പൈപ്പിന് ഇങ്ങനെ സ്ക്വയറിൽ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതേപോലെ ഈ സോക്കറ്റ് കിട്ടാം, ഈ ഒരു സോക്കറ്റ് ഇങ്ങനെ കയറിയിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു പൈപ്പ് ഇങ്ങനെ റൗണ്ടിൽ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇതേ അളവിൽ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കണം. അതൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ. അതൊക്കെ ചെയ്തതിൻ്റെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ പൈപ്പ് പല അളവിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്പർ ഇട്ടെടുത്തിട്ടുണ്ട്. അതായത് നമ്പർ ഇടാൻ കാരണം നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്പർ ഇട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഒരു 16 പീസ് ഇങ്ങനെ പല അളവിലായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിതാ ഈ 1 എന്ന് നമ്പർ ഇട്ട പൈപ്പ് എടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ ഈ ഒരു എൻഡിലായിട്ട് ഒരു 45 വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 1 ഇഞ്ചിൻ്റെ 45 എടുത്തിട്ട് നേരെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മളൊരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കുന്ന രൂപമാണ് ചെയ്യാൻ പോകുന്നത്. കാലിങ്ങനെ മടക്കി വെച്ചിട്ട് ഇരിക്കുന്ന രൂപമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാലിൻ്റെ ഭാഗമാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ലൈറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് വെക്കുമ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിലൂടെ വയറും കൂടെ വലിച്ചു കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ 1 mm 2 വയർ എടുത്തിട്ടുണ്ട്. അത് നേരതാ ഇതിലൂടെ ഇങ്ങനെ കൊണ്ടുവരണം. ഇനി നമ്മൾ അടുത്ത് വേണ്ട ഒരു എൽബോ എടുക്കണം. ഇതുപോലത്തെ 1 ഇഞ്ചിൻ്റെ എൽബോ എടുത്തതിൻ്റെ ശേഷം നേരെ നമ്മൾ ഈ വയറ് ഇതിലൂടെ അങ്ങനെ വലിച്ചെടുക്കുക. വലിച്ചെടുത്തതിൻ്റെ ശേഷം ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് രണ്ടും ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ രണ്ടാം നമ്പർ പൈപ്പ് എടുക്കണം. 2ാം നമ്പർ പൈപ്പ് എടുത്തതിൻ്റെ ശേഷം ഈ 2ാം നമ്പർ പൈപ്പ് എടുക്കുക. ഇത് 5 എന്നൊക്കെ തോന്നുട്ടാ. ഇത് ഞാൻ എഴുതിയ കാരണമാണ് അങ്ങനെ തോന്നുന്നത്. ഈ പൈപ്പ് എടുത്തതിൻ്റെ ശേഷം നേരെ ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത് വേണ്ട ഒരു എൽബോ ആണ് വേണ്ടത് കേട്ടോ. അതിനിതാ ഈ ഒരു എൽബോ എടുത്തതിൻ്റെ ശേഷം നേരെ ആ എൽബോ ഇതിലൂടെ ഇങ്ങനെ ഇറക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അല്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഈ 3 എന്ന് എഴുതിയ പൈപ്പ് എടുത്തതിൻ്റെ ശേഷം നേരെ നമുക്കിത് ഇതിലൂടെ ഇങ്ങനെ കയറ്റിയിട്ട് വേണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കട്ടാ. അപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് നമുക്ക് ഒരു ടീ ആണ്. ഇതുപോലത്തെ ഒരു ടീ ആണ് വേണ്ടത് കേട്ടോ. അത് നമുക്കിതാ ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുടുക്കി വെച്ച് കൊടുക്കുന്നു കേട്ടോ. ഈ ഒരു ടീ ഇവിടെ ഇങ്ങനെ ഇടാൻ കാരണം ഈ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുപോകണ ഒരു ഭാഗം ഇതിലൂടെ ഈ മേൽഭാഗത്തേക്ക് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കൊണ്ടുപോകാനും ഇതിൻ്റെ അടുത്തൊരു കാല് സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ ആ ഭാഗം ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാനുമാണ് ഈ ഒരു ടീ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ഇനി നമുക്കിതാ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തെടുക്കട്ടാ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു ഭാഗം നേരെ ഇങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് ഈ ഒരു കാലിൻ്റെ ഭാഗം നേരെ പൊന്തി താഴ്ന്നിരിക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഈ 4 എന്ന് എഴുതിയ പൈപ്പ് എടുത്തതിൻ്റെ ശേഷം അത് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇറക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. മത്തി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്ത് നമുക്ക് വേണ്ട ഒരു എൽബോ ആണ് കേട്ടോ. അതിനിതാ ഇങ്ങനത്തെ ഒരു എൽബോ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ വയർ ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ എടുത്തതിന് ശേഷം നേരെ ഇവിടെ കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്നിങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് അമർത്തി വെക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് 5ാമത്തെ പൈപ്പാണ്. അപ്പോൾ നമ്മളിതാ ഈ 5ാമത്തെ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 2ആണെന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. മാഞ്ഞ് പോലെ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നേരെ നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു എൽബോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഒരു എൽബോ എടുത്തിട്ടുണ്ട്. അതും ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ഇങ്ങനെ ഇറക്കി കൊടുത്തതിൻ്റെ ശേഷം ഒന്നിങ്ങനെ ചെരിച്ച് കൊടുക്കണം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെരിച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്നിങ്ങനെ അമർത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 9ാമത്തെ പൈപ്പാണ് കേട്ടോ. ഇത് 6ആണെന്ന് തോന്നുന്നുണ്ട്. ഇത് 9ാമത്തെ പൈപ്പാണ്. നേരെ നമ്മളിതാ ഇതിലൂടെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അമർത്തി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ഭാഗം ഇവിടെ വേണം. കാലിൻ്റെ ഒരു പത്തി പോലത്തെ ഭാഗം ഇവിടെ നമുക്ക് വെച്ച് കൊടുക്കാം. അതിന് ഇതുപോലത്തെ ഒരു 45 എടുത്തിട്ടുണ്ട്. അത് നേരെ ഈ വയറിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കട്ടോ. നല്ലൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ഭാഗം ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അതിനു വേണ്ടി നമ്മളിതാ ഈ 7 എന്ന് നമ്പർ ഇട്ട പൈപ്പ് എടുത്തതിൻ്റെ ശേഷം ഇനി നമുക്കൊരു 45 വേണം. അപ്പോൾ ഇതുപോലത്തെ ഒരു 45 എടുത്തിട്ടുണ്ട്. അത് നേരെ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കട്ടോ.
അതിനുശേഷം നമ്മൾ ഈ വയറ് ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ വലിച്ചെടുക്കണം. ഇതുപോലെ ഇങ്ങനെ വയറിങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് നേരെ ഇതിലിങ്ങനെ കുടുക്കി വെക്കണം കേട്ടോ. ഇതുപോലെ ഈ ഒരു ഏകദേശം ഒരു അളവിൽ കുടുക്കി വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു പൈപ്പ്, ഈ ഒരു ഫിറ്റിങ്സ് നമ്മളിതാ ഇങ്ങോട്ട് തിരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് നേരെ ഇങ്ങോട്ട് തിരിച്ചിട്ടിടണം കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ മുകളിലേക്കുള്ള ഭാഗമാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു ടീല് ഇതുപോലെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്വിച്ചും സോക്കറ്റും സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് നേരെ ഇതിലേക്ക് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം. അപ്പോൾ ഈ വയറെടുത്തിട്ട് ഇതിന്റെ ഉള്ളിലൂടെ അങ്ങനെ വലിച്ചെടുക്കണം, മുകളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗം ബാക്കിലേക്ക് ആക്കി വെക്കണം കേട്ടോ. ഇതിങ്ങനെ ബാക്കിലേക്കായിട്ട് അതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഈ രണ്ട് സൈഡിലേക്കുള്ള കൈ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ രണ്ട് ഭാഗത്തേക്കുള്ള കൈ ഭാഗം നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നേരെ അത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ രണ്ട് സൈഡിലേക്കുള്ള കൈയിന്റെ ഭാഗം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിതാ ഇങ്ങനെ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കണം. അല്ല, ഈ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ അതിന്റെ മുന്നായിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു എൽബോ 245, അതുപോലെ 11, 12, 13 പൈപ്പാണ് കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണെങ്കിൽ ഇങ്ങനെ 2 എൽബോ ഒരു 45 കേട്ടോ. 14, 15, 16 പൈപ്പാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ രണ്ട് ഭാഗം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഈ ഒരു വയറ് ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ മറ്റൊരു വയറും കൂടി ഇങ്ങോട്ട് വലിച്ചു കൊടുത്തിട്ട് റിട്ടേൺ ആ വയറ് ഈ ഒരു കൈഭാഗത്തേക്ക് കൊണ്ടുവരണം. അവിടുന്ന് ഒരു വയറ് വലിച്ച്, അവിടുന്ന് 2 വയറ് ഇതിലൂടെ വലിച്ചെടുത്തിട്ട് ഈ സ്വിച്ചിന്റെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തതിന്റെ ശേഷം ബാക്കി കാര്യങ്ങൾ കാട്ടിത്തരട്ടാ. നേരെ നമുക്കത് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിതാ ഈ 2 കൈയിന്റെ ഭാഗം ഈ ഒരു രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു തലയുടെ ഭാഗമാണ് സെറ്റ് ചെയ്തെടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇങ്ങനെ ഒരു രൂപം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു എൽബോ ഒരു 45 കേട്ടോ. അതുപോലെ തന്നെ 9, 10 നമ്പർ ഇട്ട പൈപ്പാണ് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് നേരെ നമ്മളിതാ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് ചെയ്യുന്ന മുന്നേ നമുക്ക് ഈ തലയുടെ ഭാഗത്ത് നിന്നും ഈ സ്വിച്ചിലേക്ക് 2 വയറ് വലിച്ചെടുക്കണം. അതായത് പിന്നീട് നമുക്ക് ഈ ഒരു ലൈറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 വയർ ഇങ്ങനെ വലിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ആ വയറ് വലിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ 2 വയർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നേരെ നമ്മൾ ഇതിന്റെ ഉള്ളിലൂടെ അങ്ങനെ കയറ്റി എടുക്കണം. ഇതുപോലെ അങ്ങനെ കയറ്റി എടുത്തതിന്റെ ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. അത് ഇങ്ങനെ തള്ളി എടുക്കാൻ വേണ്ടിയിട്ടാണ്, തള്ളുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. അത് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലൂടെ അങ്ങനെ തള്ളിയെടുക്കുക. ഇതിലൂടെ അങ്ങനെ എടുത്തിട്ട് നേരെ ഇവിടെ അങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതില്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കുറച്ച് ബാക്കിലോട്ട് ഇങ്ങനെ തള്ളി വെക്കട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഭാഗത്തൊക്കെ ലൈറ്റ് ഫിക്സ് ചെയ്യണം. അതിന് നമുക്ക് ലൈറ്റ് ഇവിടെ ഇങ്ങനെ ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കട്ടോ. ഈ 5 ലൈറ്റ് നമ്മൾ വെക്കാൻ പോവാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബാക്കിൽ ഈ ഒരു ബാക്കിൽ ഇവിടെ ഒരു സോക്കറ്റും, അതേപോലെ ഈ ഒരു ബാക്കിൽ ഇവിടെ ഒരു സോക്കറ്റും ഇവിടെ ഒരു സ്വിച്ചും വെച്ച് തീർക്കണം കേട്ടോ. അപ്പൊ നേരെ നമുക്ക് അത് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിതാ ഇത് ഷോൾഡർ ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. ഈ ഒരു ലൈറ്റ് ഇത് ഇതിമങ്ങനെ ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പോവാണ്.
അതുപോലെ ഈ ഒരു ഭാഗം ഇത് ഇങ്ങനെ ഷോൾഡർ ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ ഷോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 1 വാട്ടിൻ്റെ ലൈറ്റാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഈ 5 ഈ ബാക്കിയുള്ള ഈ 4 ലൈറ്റും നമ്മൾ ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാ ലൈറ്റും ഇങ്ങനെ ഷോൾഡർ ചെയ്ത് ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഈ ലൈറ്റൊക്കെ ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ നേരെ നമ്മളിതാ ഇത് പ്രസ് ചെയ്ത് വെക്കാൻ പോകണം കേട്ടോ. ഈ ഒരു രീതിയിൽ ഇങ്ങനെ എല്ലാതും ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി വെച്ച് കൊടുക്കണം കേട്ടോ. അതേപോലെ മറ്റുള്ളതൊക്കെ നമ്മൾ ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. ഈ ലാസ്റ്റ് ഈ ഒരു ലൈറ്റും നേരെ ഇതിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പം നേരെ നമുക്കിതാ ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ അമർത്തി വെക്കാം. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു ഭാഗത്ത് സ്വിച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അതിന് ഈ സ്വിച്ച് എടുത്തതിൻ്റെ ശേഷം നേരെതാ ഈ ഒരു വയറില്ലേ, ഈ വയറ് ഈ സ്വിച്ചിൻ്റെ ഈ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഈ അടിഭാഗത്തു നിന്ന് ഒരു വയറെടുത്തതിൻ്റെ ശേഷം നേരെ ഈ അടിയത്തെ ഈ സോക്കറ്റ് വെക്കണ ഭാഗമില്ലേ, അങ്ങനെ ഇതിലൂടെ തള്ളിയിട്ട് ഇതിലൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കണം കേട്ടോ. ഈ 2 വയറാണ് സോക്കറ്റിൻ്റെ 2 ഭാഗത്തായിട്ട് വരല് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് അത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഈ സ്വിച്ചും സോക്കറ്റും വയറിൽ ഇങ്ങനെ ഷോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇൻസുലേഷൻ ടാപ്പ് ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരെ ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. അതുപോലെ ഈ സോക്കറ്റും ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാം. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു മനുഷ്യൻ്റെ രൂപത്തിലേക്കായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഒരാൾ കാലിങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗവും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഓരോ ഫിറ്റിങ്സും നമ്മൾ ഒട്ടിക്കാതെയാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ 1 വാട്ടിൻ്റെ ലൈറ്റാണ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വൈറ്റും 2 വാമും 2 ബ്ലൂ ആണ് നമ്മൾ ലൈറ്റായിട്ട് ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ടേബിൾ ലൈറ്റായിട്ടും ബെഡ് ലാമ്പൊക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ മുകളിലുള്ള ലൈറ്റ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഈ രീതിയിലൊക്കെ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലിൽ നിന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ എല്ലാവരോടും സ്നേഹത്തോടെ വിട പറയുകയാണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ.